മനീഷ് സിസോദിയ എപ്പോഴും ജയിലിലാണ്. മാത്രമല്ല ഇതിൽ കൗതുകം നോക്കി, ഇതുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം തുടങ്ങിയ ഘട്ടത്തിൽ ഡൽഹി സർക്കാർ ഈ മദ്യനയം പിൻവലിച്ചു. ഒരു അന്വേഷണത്തിനും പഴുതു കൊടുക്കാതെ ഒരു സുപ്രഭാതത്തിൽ ഡൽഹിക്ക് 9,500 കോടി രൂപയുടെ അധിക വരുമാനം കിട്ടാൻ പോകുന്ന വലിയ പദ്ധതിയാണെന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി ഒരു സുപ്രഭാതത്തിൽ പിൻവലിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും കൊടുക്കാതിരിക്കുകയും ചെയ്തു. തുടർച്ചയായിട്ടുള്ള അറസ്റ്റുകൾ ഉണ്ടായി. ഈ സൗത്ത് കാർട്ടിൽ എന്ന് പറയുന്നത്, ഇപ്പോൾ കെ കവിത അറസ്റ്റ് ചെയ്യപ്പെട്ടു. കെ കവിത സൗത്ത് കാർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ഇവരാണ് ആം ആദ്മി പാർട്ടിക്ക് 100 കോടി രൂപ വാഗ്ദാനം ചെയ്തത്. അതായത് പഞ്ചാബ് ഗോവ തെരഞ്ഞെടുപ്പുകളിലുള്ള ഫണ്ടിന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി ആം ആദ്മി പാർട്ടി ഫണ്ടിന് വേണ്ടി വ്യാപകമായി ശ്രമിക്കുകയും ആ ഫണ്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മദ്യനയം തന്നെ രൂപീകരിച്ചത്. ആ മദ്യനയം രൂപീകരിക്കുന്നതിൽ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം ഉണ്ടായി. ഈ പറയുന്ന മൊത്തക്കച്ചവടത്തിലെ 12%. പണ്ട് ഡൽഹിയിൽ 500 രൂപയുടെ ഒരു കുപ്പി മദ്യം വിറ്റിരുന്നെങ്കിൽ 350 രൂപ സർക്കാരിനാണ് കിട്ടിയിരുന്നത്. ഈ വിൽപ്പനക്കാരന്, ഈ ഇടത്തരക്കാരന്, നടുവിൽ നിൽക്കുന്ന വ്യവസായിക്ക് കിട്ടിയിരുന്നത് 35 രൂപയാണ്. ഡൽഹിയിലെ പുതിയ മദ്യനയം വന്നപ്പോൾ എന്താ സംഭവിച്ചറിയോ? 500 രൂപയ്ക്ക് ഒരു കുപ്പി മദ്യം വിറ്റ് കഴിഞ്ഞാൽ 350 രൂപ കിട്ടുന്നത് ഈ വ്യവസായിക്കാണ്. ഈ ഇടനിലക്കാരനായിട്ടുള്ള സ്വകാര്യ വ്യവസായിക്കാണ്. സർക്കാരിന് കിട്ടുന്ന 8 രൂപയായി മാറി. സർക്കാരിന് ഭയങ്കരമായിട്ടുള്ള നികുതി ഇടിവുണ്ടായി. പക്ഷേ ഈ ലൈസൻസിന് വേണ്ടിയിട്ട് സർക്കാരിന് പൈസ മേടിക്കാം. ഈ ലൈസൻസിന് വേണ്ടി മേടിക്കുന്ന പൈസ, ഇതിൻ്റെ പൈസ കിട്ടുന്നത് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിക്കാണ്. ഈ Q1 ലൈസൻസുകൾ എന്ന് പറയുന്ന ലൈസൻസസ് ഇഷ്യൂ ചെയ്യാൻ, ഇതിൽ എന്താ പറയുക, കൊറോണ കാലത്ത് പ്രത്യേകമായിട്ടുള്ള റെഗുലേഷൻസ് കൊടുക്കാൻ, ഇത് എക്സ്റ്റൻഷൻ കൊടുക്കാൻ, അനധികൃതരായിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള ആളുകൾക്ക് പോലും, ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് പോലും ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. 850 സ്വകാര്യ മദ്യവിൽപ്പന കേന്ദ്രങ്ങളാണ് ഈ ഡൽഹി മദ്യനയത്തിൻ്റെ ഭാഗമായിട്ട് പുതുതായിട്ട് ആരംഭിച്ചത്. ഇതിൽ ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ പോലും ഉണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ നിന്നെല്ലാം വലിയ കിക്ക് ബാക്സ്, അഴിമതി പണമായിട്ട് ഡൽഹി ഭരിച്ചിരുന്ന ആം ആദ്മി പാർട്ടി കൈക്കലാക്കി. ഇതുമായി ബന്ധപ്പെട്ട രേഖകളും തെളിവുകളും സാക്ഷികളും അഡ്മിഷനുകളും ഉണ്ട്. ഇപ്പോൾ പറയുന്നു അഡ്മിഷൻ നടത്തിയിട്ടുള്ള ആളെ ഞങ്ങൾ അംഗീകരിക്കില്ല, അയാൾ അപ്രൂവർ ആയതിനു ശേഷം ഇയാൾ ഇലക്ട്രൽ ബോണ്ട് എടുത്തിട്ടുണ്ടെന്ന്. ഇവരുടെ കമ്പനി, ഇവർ വലിയൊരു വ്യവസായ സ്ഥാപനമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന വ്യവസായ സ്ഥാപനമാണ്. അതായത് ഓരോബിന്ദോ മാനുഫാക്ചറേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ പറയുന്ന സച്ചിൻ റെഡ്ഡി എന്ന് പറയുന്ന ആളുടെ കമ്പനി. അയാൾ 52 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 30 കോടി കിട്ടിയത് BJPക്ക് ആണെങ്കിൽ അതിൽ 15 കോടി കിട്ടിയിട്ടുള്ളത് TRSനാണ്. ഇപ്പോൾ BRS എന്ന് പേര് മാറ്റിയിട്ടുള്ള തെലങ്കാന രാഷ്ട്ര സമിതിക്ക് 15 കോടി കിട്ടിയിട്ടുണ്ട്. YSR കോൺഗ്രസിന് 5 കോടി കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസിന് 3 കോടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പാർട്ടികൾക്കും BJPക്ക് കിട്ടിയതിന് തന്നെ ബാക്കിയുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം എന്താ, BJP 303 MP-മാരുള്ള പാർട്ടിയാണ്, കോൺഗ്രസ് 52 MP-മാർ മാത്രമുള്ള പാർട്ടിയാണ്. സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തിന് വ്യവസായി ഷെയർ എടുക്കുന്ന സമയത്ത് BJPക്ക് ആയിരിക്കും അധികം കൊടുക്കുക. ഇവിടെ ആകെ BJPക്ക് കുറച്ചും പ്രതിപക്ഷത്തിന് അധികവും കൊടുത്തിട്ടുള്ള ഒരേ ഒരു വ്യവസായി സാന്റിയാഗോ മാർട്ടിനാണ്. അയാൾ BJPക്ക് കുറച്ചും കൊടുത്തു, ഈ പറയുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള DMK ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് അധികം കൊടുത്തു. അയാളുടെ താല്പര്യം എന്തായിരുന്നു ഞങ്ങൾക്കറിയില്ല. സാധാരണഗതിയിൽ മറ്റ് വ്യവസായികളെല്ലാം ഇന്നത്തെ ഒരു വ്യവസായ അന്തരീക്ഷത്തിൽ അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ചെയ്യുക. പക്ഷേ ഈ പറയുന്ന ഓരോബിന്ദോ മാനുഫാക്ചേഴ്സിൻ്റെ ഇയാൾ മാത്രമല്ലല്ലോ അപ്രൂവറായത്. ഇതിനു മുമ്പ് ദിനേശ് അറോറ അപ്രൂവറായില്ലേ? YSR കോൺഗ്രസിൻ്റെ ഓങ്കോളിലെ MP ആയിട്ടുള്ള റെഡ്ഡി അപ്രൂവറായിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള രാഘവ് റെഡ്ഡി അപ്രൂവറായിട്ടില്ലേ? ഇങ്ങനെ ദിനേശ് അറോറ മുതൽ തുടർച്ചയായിട്ടുള്ള അപ്രൂവർമാരുണ്ട്. അപ്രൂവർമാരെ അംഗീകരിക്കുന്നത് ED അല്ല, ബഹുമാനപ്പെട്ട കോടതിയാണ് ഒരാളെ മാപ്പസാക്ഷിയായിട്ട് അംഗീകരിക്കാൻ കഴിയുമെന്ന്. പക്ഷേ ഈ കേസിൽ 5 മേലെ അപ്രൂവർമാരുണ്ട്. ഇപ്പോൾ കെ കവിത അപ്രൂവർ ആവാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. അതായത് ഈ കേസിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി മാപ്പസാക്ഷിയായിട്ട് തന്നെ പരിഗണിക്കണം എന്ന നിലപാടിലേക്ക് കെ കവിത മാറിയിട്ടുണ്ട്. അത് കാശ് കൊടുത്തിട്ടുള്ള ആളുകൾ സമ്മതിക്കുന്നുണ്ട്, ഞങ്ങൾ കാശ് കൊടുത്തിട്ടുണ്ടെന്ന്. കിട്ടിയിട്ടുള്ള ആളുകൾ കൂടി സമ്മതിക്കാനേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള നടപടികളുണ്ടായി.